നമ്മൾ പാക്ക് ചെയ്ത് ഓൾറെഡി അന്നൊരു ദിവസം വെച്ചായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് കുറച്ച് ബലൂൺ സാധനങ്ങളൊക്കെയാണ്. അപ്പം എൻ്റെ സഹായിയുണ്ട്. താത്ത് കുറച്ചുകൂടെ അടുപ്പിക്ക്. ആ ആയി 22 വെച്ചപ്പോഴൊന്ന് കളറായി. കേക്ക് വന്നേട്ടോ. അപ്പോൾ ഇന്ന് 17 ആര്യയുടെ ബർത്ത്ഡേ ആയി. ഇന്നിപ്പോൾ അവള് ഓഫീസിൽ പോയേക്കാണ്. നമ്മൾ ഇനി കുറച്ചുകൂടെ പരിപാടി ഉണ്ട്. വൈകിട്ടാണ് നമ്മളൊക്കെ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്. കേക്ക് നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെ അതിന് നേരത്തെ തന്നെ കിട്ടി. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് ഓർഡർ കൊടുത്ത് എങ്ങനെയാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവർ തന്നത്. അതായത് നമ്മൾ ഒന്നും ചെയ്യരുത് കേക്കിലെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നും ആഡ് ചെയ്ത് കളറൊന്നും ആഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവരത് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളിനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ആദ്യം ഉണ്ടാക്കി വെച്ചതെല്ലാം അത്ര ശരിയായില്ല. പിന്നെ അതെല്ലാം അമൃത ഇളക്കിയത് വീണ്ടും അവളത് ഒന്നേന്ന് ചെയ്യുക. എല്ലാം കൂടെ ഉണ്ടാക്കിയപ്പം കൂടിപ്പോയി ഇല്ലയോ? ഇനി ഒന്നുകൂടെ സെറ്റാക്കാം. വളരെ വേസ്റ്റ് ആയിട്ടായിരുന്നു കിട്ടിയത്. അപ്പൊ നമ്മൾ അതെല്ലാം മാറ്റിയത് ഏകദേശം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ തീമിന് മാച്ച് ആയിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ അല്ലേ? അല്ലാത്ത ചുമപ്പൊക്കെ ഫ്രണ്ടിൽ വെച്ച് എന്തായാലും നമ്മൾ തന്നെ മഞ്ഞയൊക്കെ ആക്കി അപ്പൊ നമ്മള് റെഡി ആയിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി ഇനി കേക്കും കൂടെ വെച്ചാൽ മതി. അതാ ആണോ എന്താ പൊടിച്ചു നോക്ക്. ഇതൊക്കെ എപ്പോ വാങ്ങിച്ച്? അതൊക്കെ ഞങ്ങൾ ഇതിനിടയ്ക്ക് പോയി വാങ്ങിച്ച്. അങ്ങ് തുറക്ക് മൊത്തത്തെ. ഉടുപ്പാണോ? ഇതിനകത്ത് സാധനങ്ങളുണ്ട്. എന്റെ അക്സസറീസ് ഓർഡർ ചെയ്തോ? അല്ല, ഞാൻ തുണി എടുത്ത് തയ്ച്ചതാ. കൊള്ളാവോ? അന്തോടി വിശ്വാസം വരുന്നില്ലയോ? ഹക്കോബയുടെ തുണി എടുത്തിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഹായ്, കണ്ണടച്ചു വന്നു. മഞ്ഞ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഉണ്ടാക്കിയൊന്നുമല്ല, വാങ്ങിച്ചതാ. സെറ്റപ്പാകിയത്. Happy birthday to you. Happy birthday to you. Happy birthday. അതാ അത് അമൃതന്റെ വക. പെട്ടെന്ന് അൺബോക്സ് ചെയ്യാൻ. കൊറേ ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട്. കണ്ണാടി അത് നീ കൊറേ നാളായിട്ട് മേടിക്കണോന്ന് പറഞ്ഞില്ലായിരുന്നോ? അന്ന് ആര്യ അത് വാങ്ങാൻ ഇരുന്നപ്പോ, പക്ഷെ ഞാൻ കാരണം അത് വാങ്ങാൻ പറ്റില്ല. അടിപൊളി. അതുകൊണ്ട് ഇത് ഞാൻ ആഗ്രഹിച്ച കണ്ണാടി കേട്ടോ. ഞാൻ അടുത്ത് നോക്കാം. അത് നിനക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. കമ്മൽ ഇങ്ങോട്ട് അതിന്റെ അകത്ത് കറുപ്പ് ഞാൻ കണ്ടത്. അവളുടെ ഫേവറേറ്റ് കമ്മൽ. സെറ്റ് അടിപൊളി കമ്മൽ. ഇതെന്റെ സെലക്ഷനാ. ഇതല്ലേ ആ റിങ്? ഈടാ റിങ് എന്റെ സെലക്ഷനാ.
നിങ്ങൾ തമ്മിലൊരു വഴക്കിട്ട് തീർത്താ ഞാൻ ബാഗ് കൂടെ നോക്കട്ടെ. ബാഗ് കൊള്ളാവോ? ഈ ഇടയ്ക്ക് എന്നോട് ബാഗ് വേണമെന്ന് പറഞ്ഞത് ഞാൻ വാങ്ങണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതാ സോറി, പരിഷ്കാരമാണ്. ഇത്രയും അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം എന്തെങ്കിലും അതിന് പറയുമായിരുന്നു നമുക്ക് ഞങ്ങൾ സർപ്രൈസ് തരും എന്നൊക്കെ. പക്ഷെ ഞാൻ ശരിക്കും വിചാരിച്ചില്ല കേട്ടോ. കാരണം ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോഴും ആർക്കും ഒരു ഭാവ വ്യത്യാസമില്ല, വീട്ടിൽ നോക്കിയിട്ട് അലങ്കാരമൊന്നും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചില്ല ഇപ്പുറത്ത് വന്ന് ചെയ്യുമെന്ന്. അതുകൊണ്ട് ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി, ഭയങ്കര സന്തോഷമുണ്ട്. ബർത്ത്ഡേ ആയിട്ട് രാവിലെ തൊട്ട് ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. താങ്ക് യു എല്ലാവർക്കും, അച്ഛൻ, അമ്മ, അമൃത, എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ ഇന്നത്തെ ബർത്ത്ഡേ വിശേഷം. അപ്പൊ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.